അംബോജാക്ഷിയും കൂടെ തുണയായി എല്ലാവർക്കും നമസ്കാരം. അമ്മേ നാരായണ, ദേവി നാരായണ. ഞാനിന്നുള്ളത് പുറ്റിങ്ങൽ അമ്മയുടെ തിരുസന്നിധിയിലാണ്. ഇന്ന് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതായത് ഉത്സവത്തിന് മുന്നോടിയായി ആരംഭിക്കാറുള്ള തോറ്റംപാട്ട് ഇന്ന് അവസാനിക്കുകയാണ്. അതുമാത്രമല്ല, തോറ്റംപാട്ടിന് ശേഷം പുറ്റിങ്ങൽ അമ്മയെ ഭക്തർക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന വർഷത്തിൽ, അതായത് 365 ദിവസം ഉള്ളതിൽ ഒരു ദിവസം മാത്രമാണ് ഈ വടക്കേ വാതിൽ, പുറ്റിങ്ങൽ ക്ഷേത്രത്തിൻ്റെ വടക്കേ വാതിൽ തുറക്കാറുള്ളത്. അതിലൂടെ അമ്മയുടെ ഭക്തർക്ക് അമ്മയെ ഏറ്റവും അടുത്ത് കാണാനുള്ള അവസരമാണ് ആ ദിവസം ഇന്നാണ്. അതുമാത്രമല്ല, അമ്മയെ വടക്കേ നട തുറന്നതിന് ശേഷം ഗുരുസിയോടുകൂടി നട അടയ്ക്കുകയും പിന്നെ ഉത്സവത്തിന് വേണ്ടി അടുത്ത ശനിയാഴ്ച 7 ദിവസം കഴിഞ്ഞ് നട വീണ്ടും ഉത്സവത്തിന് വേണ്ടി തുറക്കുകയും ചെയ്യും. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, അമ്മയ്ക്ക് പ്രധാനമായും 2 വാളുകളാണുള്ളത്. ഒരു വാള് തോറ്റംപാട്ടിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു വാള്, അമ്മയുടെ പ്രധാനപ്പെട്ട വാള്, ഇവിടുത്തെ ഈ ഗുരുസി ദിവസം ഗുരുസിക്ക് വേണ്ടി മാത്രമാണ് ആ ഒരു വാള് ഉപയോഗിക്കുന്നത്. ആ വാള് ക്ഷേത്രത്തിൽ നിന്നും വടക്കേ നടവഴി പുറത്ത് കൊണ്ടുവന്നാണ് അമ്പലത്തിൻ്റെ വടക്ക് സൈഡിലുള്ള ഗുരുസി കളത്തിൽ ഗുരുതി നടത്താറുള്ളത്. അപ്പോൾ നിരവധി ഭക്തജനങ്ങൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അമ്മയെ കാണുന്നതിന് വേണ്ടി, അടുത്ത് കാണുന്നതിനും തങ്ങളുടെ സങ്കടങ്ങൾ അമ്മയെ അറിയിക്കുന്നതിനും വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ വലിയ ജനാവലിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് അമ്മയുടെ ആ ഒരു ധന്യ മുഹൂർത്തത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കൂട്ടാവാടും കയ്യിൽ ചക്രാവും ചൂലാവും കൂടാവേ മായയാൾ വന്നു പോറ്റീത ഭഗവതി എന്നുള്ളിൽ വന്ന് തൂണാരിക പോലെ പുത്തേരുമേനി നേഹമുടയാളെ തുമ്പിയോടുത്താകെ ചാമുറയാളെ ചെങ്ങായു ആധാരത്തിനാലും പോരുളെ അതിൽ നിൽപ്പോരുളെ അതിൽ നിൽപ്പോരുളെ വേദിയോർ കൈകാകൂടം വരുമാറ്റിൽ അല്ലാതൊഴിച്ച കൂറുമ്പായാളമ്മേ അല്ലൽ കാളഞ്ഞു വിലങ്ങാണമമ്മേ തന്നാടി ആൾക്കാരെ എല്ലാരെയോ കൽപ്പകമായ കാവ്യാരുടെ ഒരു പുസ്തകം പാട്ടി സ്തുതി ചെയ്യുന്നേ.